നിങ്ങളൊരു സ്കിന്നി ഗായാണ്, അതായത് വളരെ മെലിഞ്ഞ വ്യക്തിയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് വെയിറ്റ് കൂട്ടി നല്ലൊരു ലീൻ മാസ് ഗെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു കോലത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. വളരെയധികം മെലിഞ്ഞ് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. പോരാത്തതിന് എത്ര കഴിച്ചിട്ട് വണ്ണം വയ്ക്കാതെ ഒരു ശരീരം കൂടെ ആയിരുന്നു. ഇതിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ കാണുന്ന ലീൻ മസിൽ മാസോട് കൂടി വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത വളരെ എഫക്റ്റീവായ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. ബൾക്ക് ആവാൻ ഹെൽപ്പ് ചെയ്ത ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ കോസ്റ്റ്, വർക്കൗട്ട് പ്ലാൻ എല്ലാം ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പേ ചാനൽ ആദ്യമായിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്തിരിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മൾ സ്കിന്നി ഗായ്സിന് വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിൽ നല്ലതുപോലെ ഫുഡ് അടിക്കണം, അതായത് കാലറി സർപ്ലസിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു 50 kg ആണ് വെയിറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ മെയിൻ്റെനൻസ് കാലറീസ് വരുന്നത് അപ്രോക്സിമേറ്റ് ഒരു 2000 കാലറീസ് ആണ്. ഈ ഒരു 2000 കാലറീസിൽ നിന്നും 2500 അല്ലെങ്കിൽ 600 ഈ ഒരു റേഞ്ചിൽ കാലറി സർപ്ലസിലായിരിക്കണം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കേണ്ടത്. കാലറീസ് എന്താണെന്ന് അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ ഫുഡിൽ നിന്നും എടുക്കുന്ന എനർജി വാല്യൂ ആണ് കാലറീസ് എന്ന് പറയുന്നത്. സോ ഒരു 50 kg ഉള്ള ഒരു മനുഷ്യന് അയാളുടെ വെയിറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഡെയിലി 2000 കാലറീസ് കഴിച്ചാൽ മതിയാകും. അതേ 50 kg ഉള്ള ഒരാൾക്ക് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ കാലറി ഡെഫിസിറ്റിൽ കഴിക്കണം, അതായത് 2000-ൽ നിന്നും 1500 അല്ലെങ്കിൽ 1600 ഈ ഒരു റേഞ്ചിൽ മൈനസ് ചെയ്ത് കാലറീസ് കഴിക്കണം. വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിൽ 2000 കാലറീസിൽ നിന്നും 2500 അല്ലെങ്കിൽ 600 ഈ ഒരു റേഞ്ചിൽ കഴിക്കണം. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് കാലറീസ് എന്നുള്ളത്. കാലറീസ് അധികം കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കൂടും, കാലറീസ് കുറച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയും. ഇനി എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് മെയിൻ്റെനൻസ് കാലറീസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് കാണാം. ഇതിൽ നിങ്ങളുടെ വെയിറ്റ്, ഹൈറ്റ്, അതുപോലെ ഏജ്, എങ്ങനത്തെ ആക്ടിവിറ്റീസുകളാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുള്ളതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അപ്രോക്സിമേറ്റ് കാലറീസ് കിട്ടും. ഇതായിരിക്കും നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറീസ്. ഈ ഒരു കാലറീസിൽ നിന്നും 600 കാലറീസ് കൂട്ടുക. സോ ഇതായിരിക്കും നിങ്ങളുടെ ബൾക്കിങ്ങിന് വേണ്ടിയിട്ട് ഡെയിലി കൺസ്യൂം ചെയ്യേണ്ട കാലറീസ്. ഇനി എങ്ങനെയാണ് കാലറി സർപ്ലസ് ആയിട്ട് ഫുഡ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടാവും നോർമലി കഴിക്കുന്ന ഫുഡ് കുറച്ചും കൂടെ അധികം കഴിച്ചാൽ പോരെയെന്ന്. സോ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മൾ കഴിക്കുന്നത് രാവിലെ അപ്പം അല്ലെങ്കിൽ ചപ്പാത്തി, ഉച്ചയ്ക്ക് ചോറ്, രാത്രിയിലും ചോറ് അല്ലെങ്കിൽ കാപ്പി, ഇങ്ങനെ ആയിരിക്കും നമ്മൾ കഴിക്കുക. ഇങ്ങനെ കഴിക്കുന്ന വഴി കൂടുതലും കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുക. ഇത് വെയിറ്റ് ഗെയിൻ ആവില്ല, പകരം വയറ് ചാടി ഒരു സ്കിന്നി ഫാറ്റിലേക്കായിരിക്കും പോവുക. ഇതിന് പകരം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ ഒത്തിരി കാലറീസ് വരുന്ന ഫുഡ് കഴിക്കുക. ഫോർ എക്സാമ്പിൾ, 100 ഗ്രാം റൈസിൽ 130 കാലറീസ് ആണ് ഉള്ളത്. അതേ സെയിം ടൈം 100 ഗ്രാം ഡേറ്റ്സിൽ ഏകദേശം 290 കാലറീസ് ആണ് വരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് ഫുഡ് ഐറ്റംസും ഒരേ ക്വാണ്ടിറ്റിയാണ്, പക്ഷേ ഡിഫറെൻറ്റ് കാലറീസ് ആണ്. സോ ഇതുകൊണ്ടാണ് ബൾക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഹൈ കാലറി ആയിട്ടുള്ള ഡയറ്റ് എടുക്കണമെന്ന് പറയുന്നത്. സോ ഇനി ഹൈ കാലറി ആയിട്ടുള്ള കുറച്ച് ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരാം. ഇതെല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നതാണ്. അപ്രോക്സിമേറ്റ് ഒരു 4000 കാലറീസിന് അടുത്ത് വരുന്നതാണ്. നിങ്ങൾ എത്ര മെലിഞ്ഞ വ്യക്തിയാണെങ്കിലും ഈ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും വെയിറ്റ് ഗെയിൻ ചെയ്തിരിക്കും. ആ ഡയറ്റ് പ്ലാൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ടോട്ടൽ 5 മീലാണ് പറയുന്നത്. ഫസ്റ്റ് മീൽ, അതായത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അതൊരു 3-4 എടുക്കുക. അതിൻ്റെ കൂടെ 5 ഓളഗ്സ് എടുക്കുക. 5 മുട്ടയിൽ ഏകദേശം 390 കാലറീസ് ആണ് വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ ഒരു 350 to 600 കാലറീസ് വരുമായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ 390 കാലറീസ് കൂടെ ആകുമ്പോൾ 900 കാലറീസിനടുത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ കിട്ടും. ഇത് 1000 കാലറീസ് ആക്കാൻ വേണ്ടിയിട്ട് എഗ്ഗ് കുക്ക് ചെയ്യുന്ന സമയത്ത് 1 സ്പൂൺ ഓയിൽ കൂടെ ആഡ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 1000 കാലറീസ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ കിട്ടുന്നതാണ്. ഇതിൽ 30 ഗ്രാം പ്രോട്ടീനും അതുപോലെ ഹെൽത്തി ഫാറ്റ്സും കിട്ടുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കഴിക്കാവുന്നതാണ്. സെക്കൻഡ് മീൽ, അതായത് മിഡ് സ്നാക്ക് ആയിട്ട് ഒരു ബൾക്കിംഗ് ഷേക്കാണ്. ഇതൊരു 11 മണിയാകുന്ന സമയത്ത് കുടിക്കുക. ഇതിനായിട്ട് 2 റോബസ്റ്റ പഴം, 250 ml പാൽ, 2 സ്പൂൺ പീനട്ട് ബട്ടർ, 5 ഡേറ്റ്സ്, 50 ഗ്രാം ഓട്സ്, ഒരു ഹോർലിക്സ് കൂടെ ആഡ് ചെയ്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുടിക്കുക. ഇതൊരു ഹൈ കാലറി ബൾക്കിംഗ് ഷേക്കാണ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും. ടോട്ടൽ 1000+ കാലറീസ് ആണ് വരുന്നത്. 1000 കാലറീസിനടുത്ത് വരുന്ന ഈ ഒരു ഷേക്ക് കുടിക്കാനും എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന്. കൂടാതെ 30 ഗ്രാംസ് പ്രോട്ടീൻ അടുത്തും അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സും ഇതിൽ കിട്ടുന്നുണ്ട്. മീൽ നമ്പർ 3, അതായത് ലഞ്ച്. 300 ഗ്രാം റൈസ് എടുക്കുക. ഇതിലേക്ക് തന്നെ 150 ഗ്രാം ചിക്കൻ അല്ലെങ്കിൽ സോയ ചങ്ക്സ് എടുക്കുക. 150 ഗ്രാം വേവിച്ച ചിക്കനകത്ത് ഏകദേശം 41 ഗ്രാം പ്രോട്ടീൻ കിട്ടും, അതുപോലെ 400 കാലറീസും ഉണ്ട്. സോയ ചങ്ക്സ് ആണെങ്കിൽ 150 ഗ്രാമിൽ 75 ഗ്രാം പ്രോട്ടീൻ കിട്ടും, പക്ഷേ ആ ചിക്കൻ്റെ അത്ര ക്വാളിറ്റി പ്രോട്ടീൻ കിട്ടില്ല. സോ ബഡ്ജറ്റ് കുറവാണെങ്കിൽ സോയ ചങ്ക്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഡെയിലി സോയ ചങ്ക്സ് കഴിക്കേണ്ട ആവശ്യമില്ല, പകരം ഒരു ദിവസം ഇടവിട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഈ ഒരു മീലിൽ ഫൈബറിനായിട്ട് വീട്ടിൽ തോരൻ വല്ലതും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചോറ് കഴിക്കുന്ന സമയത്ത് 1 സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കാലറീസ് കുറച്ചുകൂടെ അധികം കിട്ടും, അതായത് 130 കാലറീസ് എക്സ്ട്രാ കിട്ടും. കാലറീസ് കൂടുതലുണ്ടെന്നും പറഞ്ഞ് നെയ്യും എണ്ണയൊന്നും ഒരുപാട് യൂസ് ചെയ്യരുത്, ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. സോ ഈ ഒരു മീലിൽ ടോട്ടൽ കാലറീസ് നോക്കുകയാണെങ്കിൽ 1000 കാലറീസിനടുത്ത് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ കാർബ്സും ഹെൽത്തി ഫാറ്റ്സും ഫൈബറും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ 3 ഡയറ്റ് പ്ലാൻ തന്നെ ഏകദേശം 3000 കാലറീസിനടുത്ത് എത്തിയിട്ടുണ്ട്. വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഇത് തന്നെ ധാരാളമാണ്. ആൻഡ് ഫോർത്ത് മീൽ, അതായത് പ്രീ വർക്കൗട്ടിനായിട്ട് 2 ബ്രെഡിലേക്ക് 1 സ്പൂൺ പീനട്ട് ബട്ടർ കൂടെ ആഡ് ചെയ്ത് കഴിക്കുക. ഇതിൻ്റെ കൂടെ ഒരു കോഫി കൂടെ കുടിക്കുക. ടോട്ടൽ കാലറീസ് വരുന്നത് 270 അടുത്താണ്.
ഫോർത്ത് മീൽ, അതായത് ആഫ്റ്റർ വർക്കൗട്ടിന് ശേഷമോ അല്ലെങ്കിൽ നൈറ്റ് ഡിന്നറിനായിട്ടോ ഒരു ഓവർനൈറ്റ് ഓട്സ് കഴിക്കുക. സോ ഓവർനൈറ്റ് ഓട്സ് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇതിനായിട്ട് 50 ഗ്രാം ഓട്സ് എടുക്കുക, 200 ml മിൽക്കും 1 സ്പൂൺ പീനട്ട് ബട്ടറും കുറച്ച് തേനും ബനാനയും 5 ഡേറ്റ്സും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർനൈറ്റ് ഓട്സ് റെഡി. സോ ഇതിൽ ടോട്ടൽ കാലറീസ് നോക്കുകയാണെങ്കിൽ 760 അടുത്ത് കിട്ടുന്നുണ്ട്. സോ ഇതായിരിക്കണം ലാസ്റ്റ് മീൽ, അതായത് 5ാമത്തെ മീൽ. വർക്കൗട്ടിന് മുമ്പേ ഉണ്ടാക്കി വെക്കാം, അല്ലെങ്കിൽ വർക്കൗട്ട് വന്നിട്ട് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ ബൾക്കിങ്ങിന് വേണ്ടി എടുക്കേണ്ട മീൽ. ഏകദേശം 5 മീലാണ് ഈ ഒരു പറഞ്ഞത്. 5 മീലിലും അത്യാവശ്യം ഹൈ കാലറീസ് തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ആവശ്യത്തിന് പ്രോട്ടീനും ഫൈബറും കാർബ്സും ഹെൽത്തി ഫാറ്റ്സും കിട്ടുന്നുണ്ട്. ഏകദേശം ടോട്ടൽ കാലറീസ് നോക്കുകയാണെങ്കിൽ 4000 കാലറീസിനടുത്ത് വരുന്നുണ്ട്. വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഇത് തന്നെ വളരെയധികമാണ്. പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ 130 to 140 അടുത്ത് കിട്ടുന്നുണ്ട്. മസിൽ ബിൽഡ് ചെയ്യാൻ പ്രോട്ടീനും ആവശ്യത്തിനധികം കിട്ടുന്നുണ്ട്. ഈ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്ര മെലിഞ്ഞിട്ടിരിക്കുകയാണെങ്കിലും വെയിറ്റ് ഗെയിൻ ആവുന്നതാണ്. മന്ത്ലി ഒരു 45 kg എങ്കിലും ഗെയിൻ ഉണ്ടാവുന്നതാണ്. നീ പറഞ്ഞ മീലൊക്കെ എടുക്കാൻ എത്ര രൂപയാകും, അതായത് ഇതിൻ്റെ എക്സ്പെൻസ് എത്രയാകും നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് കൂട്ടി നോക്കിയിട്ട് ഒരു 120 to 150 റുപ്പീസിനടുത്താണ് വരുന്നത്. സോ നിങ്ങൾ വാങ്ങുന്ന പ്രൊഡക്റ്റിനനുസരിച്ച് വില കുറയാനും കൂടാനും ചാൻസ് കൂടുതലാണ്. മുട്ട ഹോൾസെയിലായിട്ട് വാങ്ങുക, അതുപോലെ തന്നെ ചിക്കൻ വിലക്കുറവുള്ള സമയത്ത് നോക്കി വാങ്ങിച്ച് കഴിക്കുക. അതുപോലെ ഓട്സ് നോക്കുകയാണെങ്കിൽ സഫോളയുടെ ഈ ഒരു ഓട്സ് വാങ്ങുക, 200 രൂപയ്ക്ക് 1.5 കിലോനടുത്തും കിട്ടുന്നതാണ്. അതുപോലെ പീനട്ട് ബട്ടർ വാങ്ങുകയാണെങ്കിൽ ഈ ഒരു പീനട്ട് ബട്ടർ വാങ്ങുക. ഇതിന് 290 രൂപയാണ് വില വരുന്നത്. ഏകദേശം 1 കിലോയോളം ഉണ്ട്. പാല് വാങ്ങുന്ന സമയത്ത് റാ മിൽക്ക് തന്നെ വാങ്ങാൻ നോക്കുക. അതുപോലെ തന്നെ പഴം വാങ്ങുന്ന സമയത്ത് റോബസ്റ്റ വാങ്ങുക. അതുപോലെ ഫൈബറിനായിട്ട് വെജിറ്റബിൾസ് വാങ്ങുക, വിലക്കുറവാണ്. സോ ബൾക്കിങ്ങിന് വേണ്ടിയിട്ട് നല്ല കിടിലൻ ഡയറ്റ് പ്ലാനുമായി അതുപോലെ കോസ്റ്റും പിടികിട്ടി കാണും. ഇനി കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാം. ബൾക്കിങ് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി കഴിക്കുന്ന മീൽസിനേക്കാളും അധികം കഴിക്കണമല്ലോ. ഫുഡ് ഒരുപാട് കഴിക്കുന്നത് വളരെ പാടുള്ള കാര്യമാണ്. സോ ഇത് മറികടക്കാനായിട്ട് 2 ടിപ്പ് പറഞ്ഞുതരാം. ഫസ്റ്റ് ടിപ്പ്, ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോണും TV ഒന്നും കണ്ടു കഴിക്കാതെ ഒരു ഇന്ന ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കഴിക്കുക. അതായത് ഒരു 5 മിനിറ്റിനടുത്ത് വരുന്ന സോങ് വയ്ക്കുക. ഈ ഒരു സോങ് തീരുന്നതിന് മുമ്പേ കഴിച്ചു തീർക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി എളുപ്പത്തിൽ കഴിച്ചു തീർക്കാനും പറ്റും. നെക്സ്റ്റ് മീൽ ആവുന്നതിന് മുമ്പ് വിശക്കുകയും ചെയ്യും. ഇതുവഴി ബൾക്കിന് വേണ്ടി എടുക്കുന്ന 5 മീൽ ഈസി ആയിട്ട് കഴിക്കാനായിട്ട് സാധിക്കും. സെക്കൻഡ് ടിപ്പ്, നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുന്നത് വഴി എപ്പോഴും മന്ദതയും ക്ഷീണമൊക്കെ ആയിരിക്കും. ഇത് പരിഹരിക്കാനായിട്ട് എല്ലാ മീലിന് ശേഷം ഒരു 5 to 10 മിനിറ്റ്സ് നടക്കുക. ഇതുവഴി കഴിക്കുന്ന ഫുഡ് ദഹിക്കുകയും മടുപ്പുണ്ടാകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. വയറ് നിറച്ച് ഫുഡ് കഴിച്ച ശേഷം ഉടനെ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കുറേ നേരം അങ്ങനെ തന്നെ ഇരുന്ന് പോകും. സോ ഇത് പരിഹരിക്കാനായിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം നടക്കുക. ഈ പറഞ്ഞ 2 ടിപ്സുകളും വളരെയധികം യൂസ്ഫുൾ ആണ്. സോ മറക്കാതെ ചെയ്യുക. ഇനി ഏത് വർക്കൗട്ട് പ്ലാനാണ് ഫോളോ ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് വർക്കൗട്ടാണ് ചെയ്യുന്നത് അത് തന്നെ ചെയ്യുക. സോ ഞാൻ ഡെയിലി ചെയ്യുന്നത് ഓരോ ബോഡി പാർട്ടിന് വേണ്ടിയിട്ടാണ്. ഡെയിലി 2 ബോഡി പാർട്ടിന് ചെയ്യുന്നവരുണ്ട്. ഏത് വർക്കൗട്ട് പ്ലാനാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്യുക. അതുപോലെ ബൾക്കിങ് ചെയ്യുന്ന സമയത്ത് ഫുഡ് മാത്രം ഫോക്കസ് ചെയ്യാതെ വർക്കൗട്ട് കൂടെ നല്ലതുപോലെ ഫോക്കസ് ചെയ്യണം. എങ്കിലേ സ്കിന്നിൽ നിന്നും അത്യാവശ്യം നല്ലൊരു ഗെയിനും ഫിസിക്കും ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ വീഡിയോയിൽ പറഞ്ഞ ഡയറ്റ് പ്ലാൻ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% ഞാൻ ഉറപ്പ് പറയാം 3 മാസം കൊണ്ട് നിങ്ങൾ ബൾക്കാകും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ഉറങ്ങുക. അതുപോലെ 4 ലിറ്ററിനടുത്ത് വെള്ളമെങ്കിലും ഡെയിലി കുടിക്കുക. സോ മെലിഞ്ഞിരിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ മെലിഞ്ഞിരിക്കുന്ന എല്ലാവരും ബൾക്കാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.